രാഷ്ട്രീയത്തിൽ ആരോടും പ്രത്യേകിച്ച് ശത്രുതയുമില്ല, പ്രത്യേക മിത്രങ്ങളുമില്ല. അതാത് കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിനനുസരിച്ച് രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്തുന്നതാണ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. നമസ്കാരം സാർ. കേരള പോലീസ് സ്വർണം കള്ളക്കടത്ത് നടത്തുന്നവരെ പിടികൂടരുത്. നീ എങ്ങാനും പിടികൂടിയാൽ തന്നെ അത് കസ്റ്റംസിനെ ഏൽപ്പിക്കണം. അതിലും കേന്ദ്ര സർക്കാരിലുമാണ് എനിക്ക് പൂർണ്ണ വിശ്വാസം. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഇവിടുത്തെ പ്രശ്നം എന്താണ്? PV അൻവർ ചില കാര്യങ്ങൾ, സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. മൈക്കിൽ കൂടെ വിളിച്ചു പറയാതെ വെടിവഴിപാട് നടത്താൻ പറ്റുമോ? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ മുഖ്യമന്ത്രിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും ADGPയും ഉൾപ്പെടെ CPMന്റെ എണ്ണപ്പെട്ട നേതാക്കന്മാർ ശ്വാസം നിലച്ചിരുന്നു കൊണ്ടാണ് അതെല്ലാം കേട്ടത്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ഇപ്പോ ഈ പാർട്ടി എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഒരു ഗവൺമെന്റാണ്. അന്ന് അവരിട്ട പേരാണ് സംഘി വിജയൻ. ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട. ഒരു 8-8.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും. നിങ്ങൾക്ക് പിണറായി വിജയന്റെ സർട്ടിഫിക്കറ്റും വേണ്ട. അമ്മാതിരി കമന്റ് കേട്ടോ കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചാൽ മതി. പിണറായി വിജയൻ ചുമക്കുന്നത് RSSനെയാണെന്നുള്ള ബോധ്യം ഇപ്പോഴുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ എഴുതി വെച്ചുകൊള്ളൂ, വടക്കൻ മലബാറിൽ CPM തൂത്തറിയപ്പെടുന്ന രാഷ്ട്രീയമാണ് അൻവർ തുറന്നു വച്ചിരിക്കുന്നത്. 100% ഞാൻ യോജിക്കുന്നു. ആലത്തൂര് മുതൽ ആറ്റിങ്ങൽ വരെയുള്ള മാർക്സിസ്റ്റ് കോട്ടകളിൽ നിന്നും വോട്ടൊന്നാകെ സഖാക്കൾ BJPയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ CPMനെതിരെ വലിയ വർത്തമാനം പറയുന്ന കോൺഗ്രസ്സുകാരൊന്ന് മനസ്സിലാക്കണം. ബംഗാളിൽ CPM ഉണ്ടായപ്പോൾ കോൺഗ്രസ് ഉണ്ടായിരുന്നു. ബംഗാളിൽ CPM ഇല്ലാണ്ടായപ്പോൾ കോൺഗ്രസും ഇല്ലാണ്ടായി. ത്രിപുരയിൽ CPM ഉണ്ടായിരുന്നപ്പോൾ കോൺഗ്രസ് ഉണ്ടായിരുന്നു. ത്രിപുരയിൽ CPM ഇല്ലാതായപ്പോൾ കോൺഗ്രസും ഇല്ലാതായി. അപ്പം അതുകൊണ്ട് കോൺഗ്രസും CPMും ഒരുമിച്ചേ നിലനിൽക്കുള്ളൂ. CPM ഇല്ലാണ്ടാവുന്ന ഒരു കാലത്ത് കോൺഗ്രസും ഇല്ലാണ്ടാവും. അതാണ് ബംഗാൾ ത്രിപുരയിൽ നൽകുന്ന പാഠം. പുകയണം, പുകയ്ക്കാം.